ഹലോ. ചെല്ലാനം ചെല്ലാനം കേട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ എനിക്ക് ബീച്ചിൽ പോയിരുന്ന് കേക്ക് കഴിക്കാൻ വേണ്ടി തോന്നി. നേരെ പോയി ചെല്ലാനമാണ് കേട്ടോ. അങ്ങനെ ചെല്ലാനത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഭംഗി കണ്ടത് കേട്ടോ. അപ്പോൾ കടൽ ഭിത്തി നിർമ്മാണം ഏകദേശം പൂർത്തിയായേക്കുവാണ്. ഭയങ്കര വിവാദ വിഷയമായിട്ടുള്ള ചെല്ലാനത്ത് 7.5 കിലോമീറ്റർ അധികം നമുക്കിതുപോലെ കടൽ ഭിത്തി കാണാൻ വേണ്ടി സാധിക്കും. ടെട്രാപോഡുകൾ നിർമ്മിച്ചിട്ട് നമുക്കിതിലേക്ക് കടൽ പ്രക്ഷോഭത്തെ അടക്കി വെച്ചേക്കുവാണ്. പ്രകൃതിയുടെ ഈ ഒരു ശോഭം കാരണം ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ ഒരുപാട് കാലങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുമായിരുന്നു കേട്ടോ. ഇതുപോലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇതിൻ്റെ അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ കാണുന്നത്. 7.5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെല്ലാനം എന്ന് പറഞ്ഞാൽ ചെല്ലവനം എന്നൊരു പേരിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. ഈ ടെട്രാപോഡ് ഉണ്ടാക്കി നിരത്തിയേക്കുന്നതാണ്. നല്ല രസമാണ്. ഭയങ്കര വെയിറ്റാണ് കേട്ടോ ഈ ടെട്രാപോഡിന്. ഏകദേശം ഒരു 2 to 5 ടൺ വെയിറ്റ് വരും കേട്ടോ ഈ സാധനത്തിന്. എന്നിട്ടാണ് നമുക്ക് ഈ പ്രകൃതി നമ്മൾ ഇതിൽ നിന്ന് ഈ കടൽക്ഷോഭത്തിൽ നിന്നൊക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്തി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ നേരെ ഇറങ്ങി പോയേക്കുന്നത്. ഇന്ന് നമുക്കൊരു എയിമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് എനിക്ക് കടൽ കാണണം ഗൈസ്. ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കടലിൻ്റെ നടുക്കിലേക്കുള്ള ഈ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ പോയിരുന്നിട്ട് കേക്ക് കഴിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പണ്ടെപ്പോഴോ തോന്നിയൊരാഗ്രഹമാണ്. അപ്പോൾ ഈ വർഷം അതങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല, നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയും ദൂരം നമുക്കിനി നടന്ന് പോകണം. ഈ കരിങ്കൽക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ പോകണം. നമ്മളിങ്ങനെ വന്നപ്പോൾ ചേട്ടന്മാർ മീൻ പിടിച്ചിട്ട് അത് എടുത്ത് വെക്കുവാണ് കേട്ടോ. കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര കൗതുകമുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു മീനെ കിട്ടി. അതുപോലെ തന്നെ കൊഞ്ച്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂണ്ടയിട്ടിട്ട് ഒരുപാട് മീനെ ഒരേ സമയത്ത് പിടിച്ചെടുക്കുക എന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. അയ്യോ, ആ മീൻ വാ തുറന്നു ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. മീൻ പൊരിച്ച് കഴിക്കാൻ നേരം ഈ ദുഃഖമൊന്നും കാണുന്നില്ല ഗൈസ്. അങ്ങനെ ആ ചേട്ടനെയൊക്കെ അവിടെ പിന്നിലാക്കിയിട്ട് നമ്മൾ മുമ്പിലേക്ക് നടന്നു പോവാണ്. ഇത് ഹാർബറാണ് കേട്ടോ. ചെല്ലാനം ഹാർബർ മുനമ്പ ഹാർബറൊക്കെ പോലെ തന്നെ ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹാർബറാണ്. അപ്പോൾ ഈ ഉപ്പുവെള്ളം വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ കല്ലൊക്കെ ഒരുമാതിരി ഉരുണ്ടിരിക്കുകയാണ്. നമ്മൾ ഉരുട്ടി വെച്ച പോലെ തന്നെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് അവിടെ നിന്ന് ഇതൊക്കെ ഓരോ സമയവും അവിടെ നമ്മൾ അറിവ് പകർത്തുക, അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുക, ഇതൊക്കെയാണ് കേട്ടോ ലക്ഷ്യം. എനിക്കിവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര കൗതുകം തോന്നി. അവിടുത്തെ പ്രദേശവാസികളൊക്കെ ചൂണ്ടയിട്ട് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മീൻ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചു വിൽക്കാൻ വേണ്ടിയാണോ അതോ വീട്ടിലെ ആവശ്യത്തിനാണോ എന്നൊക്കെ പറഞ്ഞു. അത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന്. അങ്ങനെ ഞാൻ ചാടിത്തുള്ളി പോവാണ് കേസ്. നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഈ കരിങ്കൽക്കൂട്ടമൊക്കെ കൊണ്ടിട്ടിട്ട് അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിനിടയ്ക്കൂടെ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടി. ഫോണും മറ്റ് ചെറിയ സാധനങ്ങളൊക്കെ താഴെ പോയാൽ കിട്ടത്തില്ല. അത്രയും നല്ല ഒരു കരിങ്കൽക്കൂട്ടമാണ് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാറ്റാണ്. പിന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ. നല്ലതായിട്ട് സൺടാൻ അടിക്കും. പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൺടാൻ അടിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ വന്ന് നമ്മുടെ ഒരു ഉദ്ദേശം നടപ്പിലാക്കണ്ടേ. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു കടലിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നപ്പോഴത്തേക്കും ഡോൾഫിനാണോ സ്രാവാണോ എന്ന് എനിക്ക് അറിയാൻ മേല. അവൻ കണ്ടു, ഞാൻ കണ്ടില്ല. ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടൊന്നും കണ്ടില്ല കേട്ടോ. എനിക്കിവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും സ്വപ്നക്കൂടിലെ ആ ഒരു സീനൊക്കെ ഓർമ്മ വന്നു കേട്ടോ, പണ്ട് കണ്ട സിനിമ. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാർബറാണ് കാണുന്നത്. പിന്നെ ഒരുപാട് പരുന്തുകൾ, കാക്കകളൊക്കെ കാണാം. മീനൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്കങ്ങനെ ഇവിടെ വന്നിരുന്ന കേക്ക് കഴിക്കാനുള്ള ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗൈസ്. ആദ്യം നമ്മൾ പ്രകൃതിക്ക് കൊടുത്തു. എന്നും കാടും മലയും പുല്ലും പൂവൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കടലിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ കേക്ക് കടലിന് കൊടുത്തു ഗൈസ്. ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ കൂടെ വന്ന അവന് പോലും ഞാൻ കൊടുത്തില്ല, കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കേട്ടോ. നോക്കുമ്പോഴത്തേക്കും കാക്കയും പരുന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ റാഞ്ചി എടുക്കാനാണോ എന്ന് അറിയാൻ മേല. എൻ്റെ ബാഗൊക്കെ അപ്പുറത്തിരുമുണ്ട്. ഞാൻ ഒന്ന് പേടിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ചേട്ടൻ മത്സ്യകന്യകനെ പോലെ ഒന്ന് ഡൈവ് ചെയ്ത് മീൻ പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഷൂട്ട് ചെയ്ത് മീനൊക്കെ പിടിക്കുന്നു. കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ചുരുണ്ട മുടിയായിട്ട് കരിഞ്ഞ വെയിലത്തൂടെ ഓടി നടക്കുവാണ്. ഭയങ്കര കൗതുകം തോന്നിയതുകൊണ്ടാണ് കേട്ടോ. നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്. മുടിയിഴകൾ പാറി പറക്കട്ടെ കേസ്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഒരു അവസരം കിട്ടുക, ഒരു ഫ്രണ്ടിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോവുക കേസ്. അപ്പോൾ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യാത്ര പോയത്. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറേ നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം എടുത്തത് നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞ ഈ കള്ളനെ കാണുന്നത്. ഇവനാണ് എൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കിയത്. പരുന്തുകളുടെ രാജാവായ പരുന്ത് റാഞ്ചി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവനെ കണ്ണ് കാണാൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറേ നേരം ഞങ്ങൾ നോക്കിയിട്ട്
തിരിച്ചു പോയി. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഹാർബറിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് സൺഡേ ആയതുകൊണ്ട് ഇവർക്കെല്ലാം ഓഫാണേ. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ബോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇന്ത്യ എന്നാണ് അതിൻ്റെ തുടക്കം. കാരണം നമ്മൾ ഈ അതിർത്തിയിലെ കൂടെ ഒക്കെ നടന്നിട്ട് പോയിട്ട് മീനൊക്കെ പിടിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കപ്പലിൻ്റെ ഓരോരോ പാർട്സൊക്കെ കണ്ടു. പിന്നെ എനിക്ക് കൗതുകമായിട്ട് തോന്നിയ കാര്യം, ഇത് അങ്ങോട്ട് നോക്കൂ, ഈ വല കണ്ടോ, മീൻ പിടിക്കുന്ന വല. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ചാന്തുപൊട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ല, അതിങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഉണങ്ങി പിടിച്ച മീനെ, ഉണക്കമീനെയൊക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ്. ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ. എന്നാ മീനാന്ന് പറയത്തില്ല, കുറച്ച് പാർട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഞണ്ടിൻ്റെ ഡെഡ് ബോഡി കണ്ടു, പാവം മരിച്ചു പോയി. നോക്കുമ്പോഴത്തേക്കും അവിടെ ചേട്ടന്മാർ നിൽപ്പുണ്ട്. ഈ ബോട്ടിലൊന്ന് കയറിയാൽ കൊള്ളാൻ തോന്നി. അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, മോൻ കയറിക്കോ മോനെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടാൽ മതി കേൾക്കാത്ത മതി, അതേ വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചാടി കയറി അതിൻ്റെ മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വീഡിയോ ഫോട്ടോസ് പ്രഹസനം അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പഞ്ചാബി ഹൗസിലെ രമണനെ പോലെ മുതലാളി ജങ്ക ചക ജക എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ നേരം നിന്ന് കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങി നമ്മൾ വരുന്ന വഴിക്ക് ബോട്ടിനെ ഇത്ര അടുത്ത് കണ്ടു. ഇത് നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ബോട്ടിനെയൊക്കെ കുറച്ച് നേരം സ്കാൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഈ കടൽ ഭിത്തിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് തിരിച്ച് പോകുന്നത് കേട്ടോ. ഇപ്പോൾ കടൽ ഭിത്തിയുടെയൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടോ, ഫാമിലിയൊക്കെ ഈവനിംഗ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ചെല്ലാനം ഗ്രാമത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ ഭിത്തി നിർമ്മാണത്തിന് ശേഷം അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ അവർക്ക് വീട് പോലും കാണത്തില്ലായിരുന്നു. അത്രയും ഒരു ദുരവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. ഇവിടെയൊക്കെ ശരിക്കും അത്രയും ബുദ്ധിമുട്ടായിരുന്നു. കടൽ ഭിത്തി വന്നതിന് ശേഷമാണ് അവരൊക്കെ സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. അപ്പം നമ്മളതിൻ്റെ ഗ്രാമത്തിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും കയറിപ്പോയില്ല. പുറമേ നമ്മൾ നിന്നിട്ട് ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടു. തെങ്ങുകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ പുലിമുട്ട്, അതായത് ഈ ടെട്രാപോഡിൻ്റെ കേസാണ് കേട്ടോ. ഇവിടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതിനകത്ത് ആണ് ഇത് ഉണ്ടാക്കിയിട്ട്, അതിൻ്റെ ഒരു കേസാണ്. ഇതിനകത്താണ് കോൺക്രീറ്റ് നിറച്ചിട്ട് ടെട്രാപോഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 മുതൽ 5 ടൺ വരെ ഭാരം ഉണ്ട് ആ സാധനത്തിന് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടു. ഒരു കയറ് ഇട്ടിരിക്കുന്നുണ്ട്, ചെറിയൊരു കൈത്തോട് പോലെ. ആ തോടിനെ സൈഡിലാക്കി ഇട്ടേക്കുന്നത്. ആ തൊഴിലുറപ്പുകാർ ഇത് ഇടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കൊണ്ടിങ്ങനെ ഇട്ടേക്കുന്നതാണെന്നാണ് അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അറിയാൻ വേണ്ടി പറ്റിയത് കേട്ടോ. പിന്നെ ഇവിടുത്തെ മണലൊക്കെ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. ചെടികളൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ടു. മാവ്, പ്ലാവ്, തെങ്ങ്, അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ മുമ്പ് ഓർത്തുകൊണ്ടിരുന്നത് ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ അറിവുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പാറക്കല്ലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു ചെടി കണ്ടു. ഒരു പ്രത്യേകതരം പൂവ്, ബൊക്കയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ പേരറിയത്തില്ല കേട്ടോ. ഇനി അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം ഗൈസ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഈ കാണുന്നത് പഴയ കടൽ ഭിത്തി ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം അടിച്ച് വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടാണ് അവർ രക്ഷ നേടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ ചെടികൾ, ഇതുപോലെയുള്ള തൈകളൊക്കെ നടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഒരു പള്ളി കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പള്ളിയുടെ പേരറിയത്തില്ല, കയറാൻ വേണ്ടി സമയം തീരെയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുവാണ്. നമ്മുടെ യാത്ര ഇന്ന് തീരുകയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ കിട്ടുന്ന, വൺ ഡേ ആണെങ്കിലും അടിപൊളിയൊരു യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കാതിരിക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. എറണാകുളത്ത് തന്നെ വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റീൽസൊക്കെ ആണെങ്കിലും പോലും കണ്ടിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വരാൻ പറ്റുകയാണെങ്കിൽ വരാം. അടിപൊളിയാണ് കേട്ടോ. കുമ്പളങ്ങി നമ്മൾ ഇറങ്ങിയില്ല. കുമ്പളങ്ങിയിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 ഡേക്കുള്ളത് കാണാൻ വേണ്ടിയുണ്ട്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കുമ്പളങ്ങി വരാമെന്ന് നമ്മൾ തീരുമാനിച്ചു കേട്ടോ. വലിയ അധികം ചിലവൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അവിടെയൊക്കെ ടെക്കീസായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ടെൻഷൻസ് എന്നൊക്കെ റിമൂവ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഇടദിവസം ഒരു അവധി കിട്ടുമ്പോഴൊക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് എനിക്കൊരു ബർത്ത്ഡേ കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രധാന പ്രശ്നം അതൊന്നുമല്ല, നല്ല വിശപ്പായതുകൊണ്ട് ഞങ്ങൾ 2 പേർ ആമാശയം നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണോ കുമ്പളങ്ങിയിൽ ഇറങ്ങാതെ പോയതും. അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമ്മൾ കുമ്പളങ്ങിയിൽ ഇറങ്ങാതിരിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ തീർച്ചയായിട്ടും കുമ്പളങ്ങി വരും. അപ്പോൾ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തൊക്കെ വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടു, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ലൈവ് പൊറോട്ട, അതൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ഒരു ഗ്രോത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ. താങ്ക് യു. ബൈ ബൈ. ലവ് യു ഗൈസ്.